ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ചെറിയ ട്രെയിൻ യാത്രയാണ്. പാലക്കാട് ജംഗ്ഷനിൽ നിന്നും കോയമ്പത്തൂർ വരെ 2025 ഓഗസ്റ്റിലാണ് ഞാൻ ഈ യാത്ര നടത്തിയത്. ആ ഒരു സമയത്തുള്ള ഒരു ക്ലൈമറ്റും ആ ഒരു റൂട്ടിലെ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളുമൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളിൽ പലരും ഈ റൂട്ടിലൂടെ സ്ഥിരമായിട്ടും അല്ലാതെയും പല ആവശ്യങ്ങൾക്കൊക്കെ കോയമ്പത്തൂർ പോകുന്നവരാണ്. ഇനി പോകാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റൂട്ടിലൂടെ നിങ്ങളൊരു ട്രെയിൻ യാത്ര നടത്തണം. അതും ഈ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ ഒരു 3 മാസങ്ങളിൽ ആയിരിക്കണം ഈ യാത്ര. ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ഭാഗത്തിന് ഈ മാസങ്ങളിൽ ഇതിലൂടെ പോകുമ്പോൾ. അപ്പം ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നേരിട്ട് കാണാം. വീഡിയോയിലേക്ക് പോകാം. ഓഗസ്റ്റ് മാസത്തിലെ തണുത്ത പ്രഭാതത്തിൽ പാലക്കാട് ജംഗ്ഷനിൽ നിന്നാണ് എൻ്റെ യാത്ര ആരംഭിക്കുന്നത്. കർക്കിടകത്തിൻ്റെ അവസാന നാളുകളിൽ പെയ്തു തോർന്ന മഴ ബാക്കി വെച്ച നനവും ഇടയ്ക്കിടെ പെയ്യുന്ന നൂൽമഴയും ഈ യാത്രയ്ക്കൊരു പ്രത്യേക ഭംഗി നൽകിയിരുന്നു. പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള ഈ ചെറിയ ട്രെയിൻ യാത്ര യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ ഒരു വിരുന്നായിരുന്നു. ട്രെയിൻ സ്റ്റേഷൻ വിട്ട് നീങ്ങിത്തുടങ്ങിയപ്പോൾ തന്നെ ജനലിലൂടെ കാണുന്നത് പച്ചപ്പട്ടുടുത്ത പാടശേഖരങ്ങളാണ്. ഇടതൂർന്ന പച്ചപ്പും വെള്ളം നിറഞ്ഞ തോടുകളും തെങ്ങുകളും ദൂരെ തെങ്ങിൻ തോപ്പുകളും കൊടപ്പനകളും ചെറിയ ഗ്രാമീണ വീടുകളും. കേരളത്തിൻ്റെ തനിമയാർന്ന ഈ ഗ്രാമീണ കാഴ്ചകൾ മനസ്സിന് വലിയൊരു ശാന്തി നൽകി. പാടങ്ങൾക്കിടയിലുള്ള ആ ചെറിയ വീടുകൾ കാണുമ്പോൾ തിരക്കുകളൊന്നുമില്ലാത്ത ഒരു ലളിത ജീവിതത്തിൻ്റെ സമാധാനം ഉള്ളിൽ നിറഞ്ഞു. ഈ യാത്രയുടെ വൈകാരികമായ ഒരു അനുഭവം കാറ്റിൻ്റെ സംഗീതവും പച്ചപ്പിൻ്റെ ആലിംഗനവുമായിരുന്നു. ട്രെയിൻ വേഗത എടുത്തു തുടങ്ങിയപ്പോൾ ജനലിലൂടെ ഇരച്ച് കയറിയത് പാലക്കാടൻ കാറ്റായിരുന്നു. ആ കാറ്റിനൊരു പ്രത്യേക താളമുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെ ഗിരിശൃംഗങ്ങളെ തൊട്ടുരുമ്മി വരുന്ന ആ കാറ്റ് വെറും ഒരു കാറ്റല്ല, അത് പാലക്കാടിൻ്റെ ശ്വാസമാണ്. പാടശേഖരങ്ങളിൽ തലയാട്ടുന്ന നെൽക്കതിരുകൾക്കിടയിലൂടെ അത് ഒഴുകി വരുമ്പോൾ പ്രകൃതി നമുക്കായി ഒരുക്കുന്ന ഒരു സ്വീകരണമായിട്ടാണ് എനിക്കത് തോന്നിയത്. ഓഗസ്റ്റ് മാസത്തിലെ കരിമുകിലുകൾ ആകാശത്ത് കളിച്ചിരികൾ നടത്തുമ്പോൾ താഴെ പാടങ്ങളിൽ കർഷകൻ പണിയെടുക്കുന്ന കാഴ്ച ഒരു ജീവൽസുറ്റ ചിത്രം പോലെ മനസ്സിൽ പതിഞ്ഞു. കഞ്ചിക്കോട് കഴിഞ്ഞ് വാളയാറിലേക്ക് അടുക്കുമ്പോൾ ട്രെയിൻ പതുക്കെ പശ്ചിമഘട്ടത്തിൻ്റെ വിടവിലേക്ക് പ്രവേശിക്കും. ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം പാലക്കാട് ഗ്യാപ്പ് അഥവാ പാലക്കാട് ചുരം കടന്നു പോകുമ്പോഴുള്ള കാഴ്ചയാണ്. പശ്ചിമഘട്ടത്തിൽ വടക്ക് നീലഗിരി കുന്നുകൾക്കും തെക്ക് ആനമല കുന്നുകൾക്കും ഇടയിലുള്ള 32 കിലോമീറ്റർ വീതിയുള്ള ഒരു വിടവാണ് പാലക്കാട് ചുരം. ഇന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാടിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന പാലക്കാട് ഗ്യാപ്പ്. മറ്റു ചുരങ്ങളെപ്പോലെ കുത്തനെയുള്ള കയറ്റങ്ങളില്ലാത്ത ഒരു സമതല വിടവാണിത്. റെയിൽവേ ട്രാക്കിന് ഇരുവശത്തും തലയുയർത്തി നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകൾക്ക് മുകളിൽ കോടമഞ്ഞ് പുതച്ചു നിൽക്കുന്ന കാഴ്ച കാണാൻ പ്രത്യേക ഭംഗിയാണ്. ഇരുവശത്തും വമ്പൻ മലനിരകൾ, മുകളിൽ കാർമേഘങ്ങൾ മലകളെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു. ഇടയ്ക്കിടെ മലയിടക്കുകളിലൂടെ വെള്ളനൂൽ പോലെ ഒഴുകുന്ന ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഭയം കലർത്തുന്ന ഭംഗി നൽകുന്നു. ആ കാഴ്ച കാണുമ്പോൾ മനസ്സറിയാതെ മന്ത്രിച്ചു പോകും, എത്ര മനോഹരമാണ് എൻ്റെ നാടെന്ന്. കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും കാലാവസ്ഥയിൽ ഈ ചുരം വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അറബിക്കടലിൽ നിന്നുള്ള മൺസൂൺ കാറ്റുകൾ ഈ വിടവിലൂടെ കടന്നു പോകുന്ന വഴിയാണ് തമിഴ്നാട്ടിലെ അതിർത്തി പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നത്. അതുപോലെ തമിഴ്നാട്ടിലെ ചൂടുകാറ്റ് പാലക്കാട്ടിലേക്ക് കയറുന്നതും ഈ ഗ്യാപ്പ് വഴിയാണ്. അതുകൊണ്ടാണ് പാലക്കാട് ചൂട് കൂടാൻ കാരണം. പുരാതന കാലം മുതൽക്കേ ഇതൊരു പ്രധാന വ്യാപാര പാതയാണ്. നിലവിൽ ദേശീയപാത 544, റെയിൽവേ ലൈനുകൾ എന്നിവ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. വാളയാർ കടക്കുമ്പോൾ കാടിൻ്റെ ഗാംഭീര്യം തുടങ്ങുന്നു. റെയിൽവേ ട്രാക്കിന് ഇരുവശവും ഇടതൂർന്ന മരങ്ങൾ. ആനകൾ സഞ്ചരിക്കുന്ന പാതകളിലൂടെ ട്രെയിൻ പതുക്കെ നീങ്ങുന്നത് ആവേശം ജനിപ്പിക്കുന്ന കാഴ്ചയാണ്. കാടിനുള്ളിലൂടെ ട്രെയിൻ വളഞ്ഞു നീങ്ങുമ്പോൾ ഒരു നിശബ്ദത അനുഭവപ്പെടും. കാടിൻ്റെ വന്യതയും ട്രെയിനിൻ്റെ താളാത്മകമായ ശബ്ദവും മാത്രം. ആ നിമിഷങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകും. ഏകാന്തതയുടെ മനോഹാരിത.
വാളയാർ കഴിഞ്ഞാലുടൻ ട്രെയിൻ പ്രവേശിക്കുന്നത് തമിഴ്നാടിൻ്റെ അതിർത്തിയിലുള്ള റിസർവ് വനമേഖലയിലേക്കാണ്. ഇവിടെ വെച്ച് ട്രെയിനിൻ്റെ ജനലിലൂടെ നോക്കിയാൽ കാണുന്നത് ആകാശവും ഭൂമിയും ഒന്നാകുന്ന കാഴ്ചയാണ്. കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന മലനിരകളുടെ മുകളിൽ വെളുത്ത പഞ്ഞി പോലെയുള്ള കോടമഞ്ഞ് പറ്റിപ്പിടിച്ച് നിൽക്കുന്നു. ഇടയ്ക്കിടെ പെയ്യുന്ന നൂൽമഴ ആ കാഴ്ചയ്ക്ക് കൂടുതൽ മിഴിവേകി. കാടിൻ്റെ തണുപ്പും മഞ്ഞിൻ്റെ ഈർപ്പം കലർന്ന കാറ്റും മുഖത്തടിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ആശ്വാസം വാക്കുകൾക്ക് അതീതമാണ്. വാളയാർ മുതൽ മധുക്കര വരെയുള്ള ഭാഗം പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമാണ്. ട്രാക്കിന് ഇരുവശവും നിൽക്കുന്ന വലിയ മരങ്ങൾക്കിടയിലൂടെ ട്രെയിൻ പതുക്കെ നീങ്ങുമ്പോൾ ഏതെങ്കിലും കാട്ടുപാതയിലൂടെ നടന്നു പോകുന്ന പ്രതീതിയായിരുന്നു. മഞ്ഞിൻ്റെ ആധിക്യം കാരണം ദൂരെയുള്ള കാഴ്ചകൾ മങ്ങി നിൽക്കുന്നു. ഇടയ്ക്കിടെ കാണുന്ന ചെറിയ അരുവികൾ മലയിടുക്കുകളിൽ നിന്ന് താഴേക്ക് കുതിക്കുന്നു. ഈ കാട്ടിലൂടെയാണ് വന്യമൃഗങ്ങൾ, പ്രത്യേകിച്ച് ആനകൾ പതിവായി കടന്നു പോകാറുള്ളത് എന്നത് യാത്രയ്ക്ക് അല്പം ആകാംക്ഷയും വന്യതയും നൽകി. കോയമ്പത്തൂരിലേക്ക് അടുക്കുന്തോറും കാടിൻ്റെ ഭാവം മാറുന്നു. മധുക്കര ഭാഗത്തെത്തുമ്പോൾ കാണുന്ന വലിയ സിമൻറ്റ് ഫാക്ടറികളും അതിനോട് ചേർന്നുള്ള വെളുത്ത കുന്നുകളും മഞ്ഞിനോട് മത്സരിക്കുന്നത് പോലെ തോന്നും. പക്ഷേ ഓഗസ്റ്റിലെ ആ തണുത്ത അന്തരീക്ഷം ആ വ്യവസായ മേഖലയെ പോലും അതീവ സുന്ദരമാക്കി മാറ്റിയിരുന്നു. പച്ചപ്പിനിടയിൽ കാണുന്ന ആ വെളുത്ത മലകൾ കാഴ്ചയ്ക്കൊരു വ്യത്യസ്തത നൽകി. കേരളത്തിൻ്റെ പച്ചപ്പിൽ നിന്ന് തമിഴ്നാടിൻ്റെ മണ്ണിലേക്കുള്ള മാറ്റം മഞ്ഞിൻ്റെയും മഴയുടെയും അകമ്പടിയോടെ അനുഭവിച്ചറിഞ്ഞപ്പോൾ ഈ യാത്ര പ്രകൃതിയുടെ കാവ്യമായി മാറിയതുപോലെ തോന്നി. ഇരുവശത്തും ഇടതൂർന്ന വനനിരകൾ, ഓഗസ്റ്റ് മാസത്തിലെ പെഴുതുതോരാത്ത മഴ ബാക്കി വെച്ച നനഞ്ഞ പച്ചപ്പ് കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു. ജനൽ ചില്ലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് മലനിരകളെ പൂർണ്ണമായും വിഴുങ്ങിയ വെളുത്ത കോടമഞ്ഞാണ്. ദൂരെയ മലനിരകളെ മഞ്ഞു പുതച്ചു നിൽക്കുന്നത് കാണുമ്പോൾ ലോകത്തിലെ എല്ലാ വേദനകളെയും ഒളിപ്പിച്ചു വെക്കാൻ പ്രകൃതി ഒരുക്കുന്നൊരു സുരക്ഷിത താവളം പോലെ എനിക്ക് തോന്നും. ആ വെളുത്ത പുകപടലങ്ങൾക്കിടയിൽ എൻ്റെ ചിന്തകളും അലിഞ്ഞു ചേരുന്നതുപോലെ. ഓരോ പച്ചപ്പിനെയും പിന്നിലാക്കി ട്രെയിൻ കുതിക്കുമ്പോൾ ജീവിതത്തിൽ നമ്മൾ എത്രയൊക്കെയോ ദൂരത്തേക്ക് ഓടിയാലും നമ്മെ കാത്തു നിൽക്കുന്ന ചില വേരുകൾ ഈ മണ്ണിലുണ്ടെന്നൊരു തോന്നൽ എനിക്കുണ്ടായി. ആ കരിമ്പ് പാടങ്ങൾക്കും ഈറനണിഞ്ഞ മരങ്ങൾക്കും പറയാനുള്ളത് വർഷങ്ങളായി ഇവിടെ പെയ്തുപോയ മഴയുടെയും വെയിലിൻ്റെയും കഥകളാണ്. നിശബ്ദമായ ആ കാട്ടുപാതയിലൂടെ ട്രെയിൻ നീങ്ങുമ്പോൾ നാഗരികതയുടെ കോലാഹലങ്ങളിൽ നിന്ന് ഞാൻ എത്രയോ അകലെയാണെന്ന് തിരിച്ചറിഞ്ഞു. പ്രകൃതിയുടെ ഈ വന്യമായ സൗന്ദര്യത്തിന് മുന്നിൽ നമ്മൾ എത്രയോ നിസ്സാരരാണെന്ന ബോധം എന്നെ അല്പം വികാരധീനനാക്കി. ട്രെയിൻ പതുക്കെ പോത്തന്നൂർ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ കോടമഞ്ഞിൻ്റെ സാന്ദ്രത കുറഞ്ഞെങ്കിലും അന്തരീക്ഷത്തിലെ തണുപ്പും നനവും മാറിയിരുന്നില്ല. കേരളത്തിൻ്റെ വനസൗന്ദര്യത്തിൽ നിന്ന് തമിഴ്നാടിൻ്റെ നഗരത്തിലേക്ക് എത്തുമ്പോഴും ഉള്ളിൽ വാളയാറിലെ ആ മഞ്ഞു പുതച്ച മലകളുടെ ദൃശ്യം മായാതെ നിന്നു. മഴ നനഞ്ഞ ഓഗസ്റ്റ് ദിനത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ടിലൂടെയുള്ള യാത്ര മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധം നേരിട്ട് കാണാൻ പറ്റിയ ഒരു വഴിയാണ് പാലക്കാട് കോയമ്പത്തൂർ റെയിൽപാത. ഒരു യാത്ര അവസാനിക്കുന്നത് ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴല്ല, മറിച്ച് ആ യാത്ര നൽകിയ ഓർമ്മകൾ മനസ്സിലൊരു മഴവില്ല് പോലെ വിരിഞ്ഞു നിൽക്കുമ്പോഴാണ്. കോയമ്പത്തൂർ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ എൻ്റെ ഉള്ളിൽ പാലക്കാടൻ പാടങ്ങളിലെ പച്ചപ്പും പശ്ചിമഘട്ടത്തിലെ കാറ്റും ഒരു മധുരമുള്ള ഓർമ്മകളായി അവശേഷിക്കുന്നുണ്ടായിരുന്നു. യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയൊരു സ്ഥലത്ത് പുതിയ കാഴ്ചകളുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.